സത്യാമ്മയുടെ കുടുംബമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുക എന്ന് വെച്ചാ അതല്ലേ വലിയ കാര്യം. ശിവൻകുട്ടി എന്നോട് ക്ഷമിക്കണം. കനകലതേ. അയ്യോ അയ്യോ, എന്താ സത്യാമ്മ ഇത്? അതല്ല ശിവൻകുട്ടി, കുഞ്ഞാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാ നിങ്ങളെ അപമാനിച്ചത്. മനസ്സാ വാച കർമ്മണ തെറ്റൊന്നും ചെയ്യാത്ത ഈ കുട്ടിയെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ലെന്നേ. പരസ്പരം തെറ്റിദ്ധാരണകളൊക്കെ മാറി ഈ ബന്ധം കൂടുതലൊന്നും ഉറച്ചു എന്ന് കരുതിയാൽ മതി. അച്ഛനെ, അച്ഛനെ, എടുത്തമ്മ കണ്ട അച്ഛനെ? നീ ഉള്ളതാശാനെ, ഞാൻ ഏട്ടത്തമ്മ കണ്ടു. അപ്പൊ സുസ്മിത പറഞ്ഞത് ശരി തന്നെ. ശാലിനി ജില്ലാ കളക്ടറായിട്ടും ഈ പൊട്ടന്മാരൊന്നും ഇതുവരെ അവളെ കണ്ടിട്ടില്ല. അതെ ആശാനെ, ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. എവിടെ എവിടെ വെച്ചതാ? അത് റോഡിൽ വെച്ച ആശാനെ. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വേറെ 2 ആളും കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങോട്ട് അവര് പോയേ? അതറിയില്ല ആശാനെ. ഞാൻ കാറിന്റെ പുറകെ കുറെ ഓടി, പക്ഷെ വണ്ടി വിട്ടുപോയ ആശാനെ. അപ്പോ കുഞ്ഞേച്ചി ഇങ്ങോട്ടല്ലേ പോകുന്നത്? ഇങ്ങോട്ടാണെങ്കിൽ കമലൻ എത്തുന്നതിന് മുന്നേ വരേണ്ടതാണല്ലോ. വിഷ്ണു, നീ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ ഇവിടെ ഉണ്ടാവണം നീ. ശാലിനി അവിടെ. ഡാ, നിനക്ക് സമയം തന്നിരുന്നു, അത് ഓർമ്മയുണ്ടല്ലോ? അമാവാസി അമാവാസി വരെ. എടാ, ആ സമയമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിവോഴ്സ് എന്നാ ഞാൻ പറഞ്ഞത്. നീ മറ്റൊരു ബന്ധത്തിന് സമ്മതിക്കണമെന്ന്. അതനുസരിച്ച് ഞാൻ വിളിച്ചു വരുത്തിയവരാ ഇവിടെ ഇരിക്കുന്നവരല്ല. നിന്റെ കൂട്ടുകാരനോ നീയോ ചരട് വലിക്കുന്ന പാവക്കൊത്ത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരല്ല ഇവരാരും. ഇറങ്ങി പോടാ.
വിഷ്ണു ഇരിക്കെ. എടി ഇരിക്കാൻ. ഇരിക്കടാ. എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചിനെ കൊണ്ട് ആദ്യം ഇല്ലാത്തൊരു വീഡിയോയുടെ കഥ. ഇപ്പത്തെ അവന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു. ആരെയോ എവിടെയോ വെച്ച് കണ്ടെന്ന്. എടാ, ആര് വിശ്വസിക്കുന്ന ഇത്? അല്ല സത്യാമേ, ഈ സാഹചര്യത്തിൽ എങ്ങനെയാ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അല്ല, വിഷ്ണുവിന്റെ മനസ്സിപ്പോഴും പഴയ ബന്ധത്തിൽ കുടുങ്ങി കിടക്കാൻ തോന്നുന്നു. മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയെ വെച്ചോണ്ട് വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞ. വിജയകുമാറേ, കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നില്ലേ ഇവരോട്? പറഞ്ഞിരുന്നു സത്യാമ്മേ. സത്യാമ്മയ്ക്ക് പരിഭവം ഒന്നും തോന്നരുത്. ഒരു സെക്കൻഡ് മാരേജ് എന്നതൊന്നും ഞങ്ങൾക്കൊരു കുറച്ചിലായി തോന്നിയിട്ടില്ല. സാധാരണ ഇത്തരം വിവാഹങ്ങളിലൊക്കെ ഒന്നുകിൽ പയ്യൻ പഴയ ബന്ധം വേർപെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഴയ ബന്ധത്തിലെ പെണ്ണ് മരിച്ചു പോയിരിക്കും. ശിവകുട്ടി, ഇതേ വേണ്ടാത്ത പറയരുത്. അല്ല രാഘവേട്ടാ, ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ കാര്യമല്ല, മറ്റു പല ബന്ധങ്ങളിലും കാര്യമില്ലേ. ബന്ധം വേർപെടുത്തിയിട്ടുമില്ല, പെൺകുട്ടി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. അത് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടായി മാറാൻ എല്ലാ സാധ്യതയുണ്ട്. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഇതിന് ഒരുങ്ങി പുറപ്പെട്ടെന്നാ ഞാൻ ചോദിക്കുന്നത്. അറിഞ്ഞിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയോട് വിഷ്ണു ഇപ്പോഴും ഇത്രയും ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഇപ്പോഴല്ലേ വ്യക്തമായത്. ശരിക്കും ഈ ബന്ധത്തിന് എന്തിനാ ഇറങ്ങി പുറപ്പെട്ടേന്ന് സത്യാമ്മ ഞങ്ങളോടല്ല, ഞങ്ങൾ സത്യാമ്മയോടാ ചോദിക്കേണ്ടത്. വിജയകുമാറേ, സത്യാമ്മേ, ഇതിപ്പോ ഈ ബന്ധത്തിൽ മാത്രമല്ല, ഇനി ഏത് ബന്ധം വന്നാലും മറുപടി പറയേണ്ടൊരു വിഷയമാണ് സത്യാമ്മേ. വിജയകുമാറേ, ഇവരെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിക്കോ. മോളെ വാ, നമുക്കിറങ്ങാം. സത്യാമ്മേ, ഇങ്ങനെ ഒരു മറുപടിയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. രക്ഷപ്പെട്ടു. മോളെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. ഈ ആലോചന ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. ഇവൾക്കിതെന്തോ ഭ്രാന്താണോ? പറഞ്ഞല്ലോ, പണ്ട് മുതലേ എന്റെ ആരാധനാപാത്രമായിരുന്നു സത്യാമ്മ. ഇങ്ങനൊരു ആലോചന വന്നപ്പോ അതുകൊണ്ട് തന്നെയാ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടായ സംഭവം അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയാ. മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു പുരുഷന് താലി കെട്ടാൻ
ഒരു പെണ്ണും തയ്യാറാവില്ല. അവള് എത്ര ഗതികെട്ടവളാണെങ്കിലും. പക്ഷേ ഞാൻ ഈ മധുശ്രീ തയ്യാറാവും. കാരണം എന്താണെന്നറിയോ? മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മ പേടിക്കണ്ട, എനിക്ക് ഭ്രാന്തായതൊന്നുമല്ല. ഞാൻ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. ഇത്രയും വർഷത്തെ അകൽച്ച ഉണ്ടായിട്ടും വിഷ്ണു ഇത്രയും സ്നേഹം മുന്നിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഭാഗ്യവതിയാമേ അവിടെ. ഭാര്യയോട് അത്രയും സ്നേഹം സൂക്ഷിക്കാൻ ഒരു പുരുഷനെ കൊണ്ട് കഴിയും? അതും ഇന്നത്തെ കാലത്ത്. അതുപോലുള്ളൊരു പുരുഷനെ ഭർത്താവായി കിട്ടാൻ, ആ സ്നേഹം കിട്ടാൻ ഏത് പെണ്ണമ്മേ കൊതിച്ചു പോവാത്തത്? പിന്നെ വിഷ്ണു ആ പെൺകുട്ടിയെ മറന്ന് എന്നെ സ്നേഹിക്കുമെന്നുള്ള കാര്യം അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ഈ ലോകത്ത് സ്നേഹം കൊണ്ട് സാധിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാ എന്റെ അനുഭവം. ഭൂമിയോളം ക്ഷമിക്കാനും വിഷ്ണു ആ പെൺകുട്ടിയെ മറക്കുന്നതുവരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. അത് എന്റെ മരണം വരെയാണെങ്കിൽ അത്രയും കാലം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സത്യമ ക്ഷമിക്കണം. ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല മോളെ. നീ പറഞ്ഞത് തന്നെ ശരി. ഇത്രയും കാലം നീ എവിടെയായിരുന്നു മോളെ? ഈ സത്യമയെ പറ്റിച്ച് എവിടെയാ ഒളിച്ചിരുന്നത്? കേട്ടോ കനകലതെ, ഇനി ഇവിടുന്ന് നിങ്ങൾ ഇവളെ കൊണ്ടുപോകാൻ ഞാൻ ഈ സത്യഭാമ സമ്മതിക്കില്ല. ഇവള് തന്നെ ഈ വീടിന്റെ മരുമകൾ, എന്റെ വിഷ്ണുവിന്റെ പെണ്ണ്. നിങ്ങൾ അവളെ മൊത്തമായിട്ടങ്ങ് എടുത്തോ സത്യമേ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങളോടോ നിങ്ങളുടെ ഈ മകനോടോ ഉള്ള സ്നേഹവും മാങ്ങാത്തൊലിയൊന്നും അല്ല സത്യാമ്മ ഇത്. ശാലിനിയോടുള്ള എന്റെ പക, എന്റെ ജീവിതം തല്ലി തകർത്തിട്ടായാലും അവളോടുള്ള കണക്ക് ഞാൻ വീട്ടിയിരിക്കും. വിഷ്ണുവിനെ കൊണ്ടൊരു താലി കെട്ടിച്ച് എന്റെ പൊന്നിനെ ഇപ്പൊ തന്നെ ഇവിടെ താമസിപ്പിക്കണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ ഒരു നാട്ടുനടപ്പ് എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നിശ്ചയത്തിലേക്ക് പോകാം. നാളെ തന്നെ ആയാലോ? നിങ്ങൾ അമ്മയും മോളും ഇത്ര മലപ്പുറത്തായ സ്ഥിതിക്ക് ചടങ്ങ് ഇന്നോ നാളെയോ എന്നായാലും ഞങ്ങൾ റെഡി. അതെ, ഇതെന്റെ കുട്ടി തന്നെയാ, സംശയമുണ്ടോ? എന്നാലിനി ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിച്ചാൽ അതിന് സംശയമൊന്നും വേണ്ട വിജയകുമാറെ. ഇട്ട് മൂടാനുള്ള പണമുണ്ട് ഞങ്ങൾക്ക്. ആകെ ഉള്ളത് ഒരു മോളും, അത് മുഴുവൻ അവക്കുള്ളതാ.
ഒന്നും വേണ്ട. ഇവള് തന്നെയാ ഏറ്റവും വലിയ ധനം. ഇവളെ ഇങ്ങ് തന്നേച്ചാ മാത്രം മതി. അങ്ങനെ പറയുന്നത് സത്യാമ്മയുടെ നല്ല മനസ്സ്. എന്നാലും ഞങ്ങൾക്കുള്ളത് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോ കെട്ടിപ്പൊഞ്ഞ് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. മതി മതി മതി, ഈ വിഷയത്തിൽ ഇനിയൊരു തർക്കം വേണ്ട. സ്ത്രീധന തുക, പോക്കറ്റ് മണി, കാറ്, ഇതിന്റെയൊക്കെ കനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാ സാധാരണ തർക്കം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ കാര്യം. ശരിക്കും രണ്ടു കൂട്ടരും പറയുന്നത് ഒന്ന് തന്നെയാണ്. മധുമോൾക്ക് അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കട്ടെ. സത്യാമ്മേത് അന്വേഷിക്കണ്ട, തീർന്നില്ലേ പ്രശ്നം? അപ്പോ ഇനി മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? രാഘവ സാറേ. എന്തിന്? എല്ലാം തീർന്നില്ലേ? ഇതിപ്പോ ഞാൻ എന്താ പറയാനാ? അപ്പോ നമുക്ക് തൽക്കാലത്തേക്ക് പിരിയാൻ തോന്നുന്നു. അതെ ശിവൻകുട്ടി, നാളെ മോതിരമാറ്റത്തിനൊപ്പം നമുക്ക് വിഷ്ണുവിന്റെയും മധുശ്രീയുടെയും വിവാഹത്തിന് മുഹൂർത്തവും കുറിക്കാം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. അയ്യോ, നിങ്ങളൊരു ചടങ്ങ് വന്ന് ഉറപ്പിച്ചിട്ട് പച്ചവെള്ളം പോലും കുടിക്കാതെ ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് തണുത്തത് എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങ. വേണ്ട സത്യാമ്മേ, നിശ്ചയം നാളെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബന്ധുക്കളൊക്കെ ക്ഷണിക്കേണ്ട കാര്യമല്ലേ? നേരിട്ട് ചെല്ലേണ്ടടുത്ത് നേരിട്ട് തന്നെ പോണം. എല്ലായിടത്തും ഓടിയെത്താൻ സമയം തികയാതെ വന്നാലും അതുകൊണ്ട് മാത്രമാണ്. പരിഭവം ഒന്നും തോന്നരുത്, അതൊന്നും വേണ്ട. നാളെ വരുമ്പോ 7 കൂട്ടം പായസം അടക്കം സത്യമ്മ സദ്യ തന്നെ ഒരുക്കിക്കോളൂ. വിസ്തരിച്ച് കഴിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ. പിന്നെന്താ കറികളതെ, 7 70 കൂട്ടം ആയിക്കോട്ടെ. കല്യാണത്തിന് നാടടച്ച് ക്ഷണിച്ച് സദ്യ ഒരുക്കാം. സത്യഭാമയുടെ മനസ്സ് നിറഞ്ഞത് നാട്ടുകാരൊന്ന് അറിയട്ടെ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, എന്റെ പൊന്നിനെ വിടാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല കേട്ടോ. നാളെ അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് സത്യമ്മേ? എന്നാലും വാ മോളെ, സമയം വൈകിക്കണ്ട. ഞാൻ പറഞ്ഞ സത്യ, ആ പെണ്ണ് ബാഡ് ഗേളാ. അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കണം. ആ പെണ്ണ് കള്ളു കുടിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് മോളെ, എടി മോളെ, നിന്നെ ഇവിടെ ആരും അവിശ്വസിക്കുന്നില്ല. നിന്റെ കണ്ണുകളെ അവിശ്വസിക്കുന്നില്ല. തുറക്കാതിരിക്കുന്നത് ഭാമയുടെ കണ്ണുകൾ മാത്രമാണ്. സത്യാമ്മേ, പോയി വാ മോളെ. ശരി. വലിയൊരു അപകടത്തെയാ ഭാമയെ ഇപ്പൊ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. സുസ്മിതയേക്കാൾ വലിയൊരു അപകടം. ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയതിനെ തിരിച്ചു വിളിച്ചിരിക്കുക. ഭാമ അറിയുന്നില്ല സാക്ഷാൽ കാളിയനെയാ എടുത്ത് കഴുത്തിൽ ചുറ്റാൻ പോകുന്നതെന്ന്.